الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ഇരുലോക വിജയത്തിനായി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിക്കുകയും കർശനമായി പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ ശിരസാ വഹിക്കുവാൻ നാം ബദ്ധശ്രദ്ധരാവുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം രാവും പകലും പിന്നെയും കടന്നുപോയിരിക്കുന്നു. ആയുസ്സിൻ്റെ മരത്തിൽ നിന്ന് വീണ്ടും ഇലകൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാസങ്ങൾ പിന്നെയും വഴിമാറുന്നു. പരിശുദ്ധ റമളാനിന് കൃത്യമായ ഒരു മാസത്തെ വഴിദൂരമാണ് ഇനി മുമ്പിലുള്ളത്. ഇത് ശഅബാൻ മാസം ആഗതമായിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയ അനുഗ്രഹമാകുന്നു. അതുകൊണ്ട് തന്നെ ആ ബോധ്യത്തോടെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങൾ പാകപ്പെടുത്തുവാൻ നാം ശ്രമിക്കുക. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ആളുകൾ മരണപ്പെടുന്നുണ്ട്. മദീനയിലാകുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ വരുന്നുമുണ്ട്. മരിച്ച മയ്യത്തിനു വേണ്ടി ഇമാമായിട്ട് പ്രവാചകൻ നിൽക്കാൻ അവർക്കൊക്കെ താല്പര്യമാണ്. അവിടുത്തെ പ്രാർത്ഥന, ജിബ്രീൽ വഹി മൊഴിഞ്ഞു കൊടുക്കുന്ന മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിൽ നിന്നിട്ട് വിട പറഞ്ഞു പോയ മനുഷ്യന് വേണ്ടിയുള്ള ദുആ ഓരോരുത്തരും ഊഹിക്കുന്നു. കുടുംബങ്ങൾ കൊതിക്കുന്നു, ആളുകൾ കൊതിക്കുന്നു, വ്യക്തികൾ കൊതിക്കുന്നു. ഏറ്റവും നല്ല വീട്, ഇവിടുത്തെ വീടിനേക്കാൾ നല്ല വീട് കൊടുക്കണം. മയ്യത്ത് നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനകൾ ചിലത് വായിക്കുമ്പോൾ ഉള്ളു പടയുന്നുണ്ട്. ഒരു മനുഷ്യ ജീവിതത്തോട് എന്തൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നോ അത് മുഴുവൻ അതിലുണ്ട്. പാപം പൊറുക്കണം,
മാപ്പ് കൊടുക്കണം, ആലിപ്പഴം കൊണ്ട് കഴുകണം, ഐശുവെള്ളം കൊണ്ട് കഴുകണം. ശുഭ്രവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധമായപ്പോ അതെങ്ങനെ വെട്ടിത്തിളങ്ങിയോ അപ്രകാരം പടച്ച റബ്ബേ ഇയാളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം പാപങ്ങളിൽ നിന്ന്. അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലാഹുമ്മ അബ്ദിൽ ഉദാറൻ ഖൈറൻ മിൻ ദാരിഹി, ഇവിടുത്തെ വീടിനേക്കാൾ നല്ല വീട് കൊടുക്കണം. വീട് മനുഷ്യന് ആവശ്യമാണ്, എവിടെയും എപ്പോഴും. പിന്നെ പറഞ്ഞത് വാഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ഇവിടുത്തെ ബന്ധുക്കളെക്കാൾ നല്ല ബന്ധുക്കളെ കൊടുക്കണം. ബന്ധുക്കളും അനിവാര്യമാണ്. പിന്നെ പറഞ്ഞത് വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ജീവിതത്തിൽ ഇവിടെ പങ്കാളിയായിട്ടൊരാളുണ്ടായിരുന്നു, ഒരു തുണ, ഒരു തണി, അതിനേക്കാളും നല്ല ഒരു തുണയെ തണിയെ നീ പരലോകത്ത് ഈ മനുഷ്യന് പ്രദാനം ചെയ്തു കൊടുക്കണമേ. അങ്ങനെ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു പിടി ദുആയുടെ വ്യത്യസ്ത വചനങ്ങളുമായിട്ട് പുണ്യനബി ഇമാമ നിൽക്കാൻ ഞങ്ങൾക്ക് പെരുത്ത് മോഹമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ആ മനുഷ്യന്റെ ജനാസയെ പറ്റി റസൂലുള്ളാഹി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വിവരം കിട്ടിയ ആ മനുഷ്യൻ മുറിവേറ്റിട്ട് അസഹനീയമായ വേദന കൊണ്ട് പടഞ്ഞപ്പോ, താങ്ങാനാവാത്ത വേദന കൊണ്ട് പടഞ്ഞപ്പോ അയാള് സ്വന്തം വാള് അയാളുടെ മാർവിടത്തിൽ ഇറക്കിയിട്ട് ജീവൻ നഷ്ടപ്പെടുത്തിയവനാണ്. 5 നേരം നിസ്കരിച്ചവനാണ്, നന്മകൾ ഒരുപാട് ചെയ്തവനാണ്. മുത്തുനബിയെ കണ്ണുകൊണ്ട് നേർക്കുനേറെ കണ്ട് ഷഹാദ ഉച്ചരിച്ച ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യൻ. പക്ഷെ അങ്ങനെ ചെയ്തപ്പോ പുണ്യനബി അത് കേട്ടപ്പോൾ അവിടുന്ന് മെല്ലെ പിൻവാങ്ങി. സഹാബികളോട് പറയുന്നു, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. മയ്യത്ത് നമസ്കാരത്തിന് ഇമാമ നിൽക്കാതെ നബി അവിടുന്ന് മാറി. അത്ര ഭീകരവും അത്രമേൽ ഇസ്ലാം വെറുക്കുന്ന ഒരു സംഗതിയുമാണ് ആത്മഹത്യ എന്ന് തന്റെ ഖിയാമം വരെയുള്ള സമൂഹത്തെയും സമുദായത്തെയും വിശ്വാസികളുടെ സംഘത്തെയും ബോധ്യപ്പെടുത്താൻ. വഹും ബിൽആഖിറതി ഹും യൂഖിനൂൻ, വിശ്വാസികളാരാണവര്? കൃത്യമായും വ്യക്തമായും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആത്മഹത്യയുടെ വർത്തമാനങ്ങളും വാർത്തകളും നമ്മൾ കേട്ടു തുടങ്ങുന്നു. സമുദായത്തിൽ നിന്ന് പോലും അത്തരം വാർത്തകൾ വരുന്നു. പണ്ടും സമുദായത്തിലെ അംഗങ്ങൾ, വിശ്വാസികൾ അത് കഥയാണ്, വിധിയാണെന്നൊക്കെ പറഞ്ഞ് എന്ത് വന്നാലും സഹിക്കാനുള്ളൊരു മാനസിക സ്ഥിതിയിൽ നിന്ന് തെന്നിമാറുന്നുവോ എന്ന് സംശയിക്കാവുന്ന തലമുറകളെ കാണുന്ന ദുഃഖകരമായ സാഹചര്യം നമുക്ക് മുമ്പിൽ നിലകൊള്ളുന്നു. ഒരു ജീവന്റെ വില ഇസ്ലാം എത്രമേൽ പ്രധാനപ്പെടുത്തി. മനുഷ്യന്റെ അഭിമാനത്തിന്റെ വില, ജീവന്റെ വില മനുഷ്യന്റെ ബോധ്യമാണത്. എത്ര ആശുപത്രികൾ നാട്ടിൽ, എത്ര സംവിധാനങ്ങൾ. ചില അസുഖങ്ങളൊക്കെ വരുമ്പോ ലക്ഷങ്ങൾ മുടക്കുക. എന്തിന്? ഈ ജീവനെന്ന് നിലനിർത്താൻ, ഒരു രാവ് കൂടി ഭൂമിയിൽ പാർക്കാൻ, ഒന്നുകൂടി ഈ തെരുവോരത്ത് നടക്കാൻ, ഈ പ്രകൃതിയുടെ പച്ചപ്പ് വീണ്ടും കണ്ണ് നിറയെ കാണാൻ, മക്കളെ വീണ്ടും ഒന്ന് താലോലിക്കാൻ, സഹധർമ്മിണിയോട് സ്നേഹത്തിന്റെ ഒരു വർത്തമാനം പറയാൻ, തന്റെ സുരക്ഷിതമായ വീടിന്റെ കോണിൽ എവിടെയെങ്കിലും ഇത്തിരി കൂടി കഴിഞ്ഞുകൂടാൻ മനുഷ്യൻ മോഹിക്കുമെന്നാണ്. അവിടെ ജീവന്റെ വില നമ്മൾ അറിയുന്നത്. എത്രയോ സംഖ്യകൾ ആളുകൾ ഇങ്ങനെ ചെലവഴിച്ചിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യന്മാര് പാടുപെടുന്നത് കാണുമ്പോ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതിന്റെ അവസാന സംവിധാനം വരെ പാഠമാണ്. ആ ജീവന ചില ആളുകള് ജീവിതത്തിൽ വന്നുപെട്ട ചില നിരാശകൾ, ചില പ്രശ്നങ്ങൾ, ചില ദുഃഖങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുമ്പോ അത് നഷ്ടപ്പെടുത്തുന്നത്. വലാ തുൽഖൂ ഐദിയക്കും ഇലത്തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടു ചെന്നിടരുത്. തൗബയിലെ ആയത്താണ്. നിസാ സൂറത്തിൽ വേറെ പറയുന്നു, വലാ തഖ്തുലൂ അൻഫുസക്കും,
നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയരുതേ. ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, അല്ലാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. ഇതൊരു മനസ്സംഘർഷം വളരെ പ്രധാനമാണ്. ദുഃഖം ഉണ്ടാവും മനുഷ്യനെ, നോക്കിക്കാണാൻ കഴിയില്ല. മനുഷ്യന്റെ ദുഃഖം, വേദന നോക്കാൻ കഴിയില്ല. കണ്ണുനീരിന്റെ ഉപ്പ് രസവും കാണുന്നവന് മനസ്സിലാവില്ല. അനുഭവത്തിന്റെ നേർചിത്രങ്ങളിലാ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുക. അത് അനുഭവിച്ചവന് മാത്രം തിരിയുന്നതാണ്. ചില അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വെറും കഥകൾ മാത്രമാണ്. ചില അനുഭവങ്ങൾ കേൾക്കുന്നവർക്ക് കൗതുകം മാത്രമാണ്. പക്ഷെ അനുഭവിച്ചവന് അതിനെക്കുറിച്ച് അറിയാം. നബിയുടെ മാനസികമായ വ്യഥ എത്ര വലുതായിരുന്നു എന്ന് ഖുർആനിലെ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ ഒരായത്തുണ്ട്. പുണ്യനബി മനസ്സുകൊണ്ട് എത്രമേൽ വിഷമിച്ചു ചില കാര്യങ്ങളിൽ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. നബിയേ, ഇവര് വിശ്വസിച്ചില്ലെന്ന് കരുതി നിങ്ങളെ ശരീരത്തെ നശിപ്പിക്കാൻ നിങ്ങൾ മെനക്കെടരുത്. അത്രമേൽ നിങ്ങൾ അടുത്തിട്ടുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നിങ്ങളെ ശരീരം നശിപ്പിക്കണം എന്ന് വരെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങി. നബി പോലും ചിന്തിച്ചു. ഒരു മരണത്തെക്കുറിച്ച് അവിടുന്ന് ചിന്തിച്ചു. ജിബ്രീൽ ഓതിക്കൊടുക്കുന്ന കാര്യങ്ങൾ, വഹയിന്റെ സന്ദേശങ്ങൾ, വാനാകാശത്തിനപ്പുറത്തുനിന്ന് മനുഷ്യനെ സ്വർഗത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കുന്ന വിശുദ്ധ വചനങ്ങൾ ഇങ്ങനെ ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അവരത് അവഗണിക്കുമ്പോൾ, അവരത് പുച്ഛിച്ച് തള്ളുമ്പോൾ, അവരത് പരിഹസിക്കുമ്പോൾ ഒരു പ്രബോധകന്റെ മനസ്സിന്റെ വേദനയാണ് അല്ലാഹു ഖുർആനിൽ അവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഏത് മനുഷ്യനും കയറിപ്പോകുന്നതാണ് ആധുനിക സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ആത്മഹത്യയുടെ ചിന്ത ചിലപ്പോൾ കടന്നു വരും മനസ്സിൽ. എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും? മതവിശ്വാസമല്ലാതെ വേറൊന്നതിന് മുമ്പിലില്ല, പരലോകബോധമല്ലാതെ മറ്റൊന്നും അതിന് മുമ്പിലില്ല. ഈ ദുനിയാവ് മാത്രം ഇവിടെ തീർന്നാ തീർന്നു എന്നുള്ള വിശ്വാസക്കാരന് ആത്മഹത്യയുടെ മുമ്പിൽ എന്ത് തടസ്സം? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുത്തഫഖുൻ അലൈഹി, സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു വചനം, മൻ ഖതല നഫ്സഹു ബിഹദീദ, ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ശരീരത്തെ നശിപ്പിച്ചാൽ, ആത്മഹത്യ ചെയ്താൽ, ഫഹദീദതുഹു ഫീ യദിഹി, അയാളെ കയ്യിൽ അല്ലാഹു ഒരു ഇരുമ്പ് കൊടുക്കും. യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി, അയാൾ എപ്പോഴും അത് അയാളുടെ വയറിൽ കുത്തിയിറക്കും. ഫീ നാരി ജഹന്നം, പരലോകത്ത്. ഖാലിദൻ ഫീഹാ അബദാ, അത് കാലാകാലം തുടരുമെന്നാണ്. നരകശിക്ഷ അയാൾക്ക് അങ്ങനെ കിട്ടുന്ന. പിന്നെ റസൂലുള്ളാഹി പറയുന്നു, വമൻ ശരിബ സമ്മൻ, ഒരാള് വിഷം കഴിച്ച്, ഫഖതല നഫ്സഹു, അങ്ങനെ അയാൾ മരിച്ചാൽ, ഫഹുവ യതഹസ്സാഹു ഫീ നാരി ജഹന്നമ, നരകത്തിൽ അയാൾ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ശാശ്വതമായ കാലം, അറ്റമില്ലാത്ത കാലം. മൻ തറദ്ദാ ബിജബലിൻ ഫഖതല നഫ്സഹു, ഒരാൾ മലയുടെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് മുകളിൽ നിന്ന് ചാടിയിട്ട് ജീവൻ കളഞ്ഞാൽ, ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, സമാനമായ അതേ ശിക്ഷ, അറ്റമില്ലാത്ത കാലം അയാൾ നരകത്തിൽ അനുഭവിക്കുമെന്നാണ് മുത്തഫഖുൻ അലൈഹി. ഇതിനെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ്. ചിന്തകൾ ഇങ്ങനെ വരും പെട്ടെന്ന്. എന്താപ്പോ പ്രതീക്ഷകളൊക്കെ തെറ്റുക, കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്, ബിസിനസ് പാളിപ്പോകുന്നു, ആളുകൾ അവഗണിക്കുന്നു, ചിലപ്പം മാനം ചോർന്നു പോകുന്നു, ആളുകൾക്ക് മുമ്പിൽ എങ്ങനെ ഇറങ്ങി നടക്കാമെന്ന് മനുഷ്യൻ പതറിപ്പോകുന്നു. എത്രയോ സംഭവങ്ങൾ ചുറ്റുവട്ടത്തും നമ്മളിങ്ങനെ കാണുന്നു. ഏറ്റവും വലിയ പാപം, പുണ്യനബി പറഞ്ഞു, അത് ശിർക്കാണ്. അല്ലാഹുവല്ലാത്തവരോട് നിങ്ങളെ നേർച്ച, നിങ്ങളെ വഴിപാട്, നിങ്ങളെ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ സമർപ്പണം, അതൊക്കെ ദൈവേതര ശക്തികളോട് നിങ്ങൾ ചെയ്യുമ്പോ അശ്ശിർക്കുബില്ല. അത് ഒന്നാമത്തെ അല്ലാഹു വെറുക്കുന്ന ഏറ്റവും വലിയ പാതകം. തൊട്ടടുത്ത് പറഞ്ഞത് അൽ ഖത്ൽ എന്നാണ്, കൊല്ലുക. അത് മറ്റുള്ളവരാകാം, സ്വന്തമാകാം. വലിയ തെറ്റായിട്ടാ പറയുന്നത്.
മൂന്നാമത്തെ പറയുന്നത് വ്യഭിചാരമാണ്. അള്ളാഹു ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് പറയുന്നുണ്ട്, യാ ബനിയ. അത് നിരാശ ഒരു മനുഷ്യന് പാടില്ല എന്നാണ് യാക്കൂബ് നബി പറയുന്നൊരു നേരാൽ ഓർക്കണം. ഇത് ഹബു, നിങ്ങൾ പോകാം മക്കളെ. യൂസുഫ് എന്ന മോനെ കാണാതായിട്ട് കരഞ്ഞിട്ട് ഖുർആൻ പറയാണ്, കണ്ണ് വെളുത്തുപോയി. ആധുനിക ശാസ്ത്രം പഠനം നടത്തേണ്ട സംഗതിയാ. ഒരു മനുഷ്യൻ പരിധിക്കപ്പുറം കരഞ്ഞ് കണ്ണുനീരയാളെ കണ്ണെന്നങ്ങനെ ഇറ്റിറ്റി വീണ് അതയാളുടെ അന്ധതയുടെ നിമിത്തമാകുന്നു. ഖുർആൻ പറയാണ്, യൂസുഫ് നബി കാണാതായപ്പോ ഈ വാപ്പങ്ങ് കരയാൻ തുടങ്ങിയതാ. അങ്ങനെ കരഞ്ഞ് കാഴ്ച പോയി. ആ വാപ്പ മറ്റേ മക്കളോട് പറയാ, നിങ്ങളൊന്ന് പോയി നോക്കണം. ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി, യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുന്നവർ അവർ അവിശ്വാസികളല്ലാതെ മറ്റാരുമല്ല. വിശ്വാസി നിരാശപ്പെടൂല എന്നാണ്. ഒരു പ്രതീക്ഷയില്ല അപ്പോഴും യാക്കൂബ് നബിക്ക്. എത്രയോ കാലായി. അപ്പോഴും പറയാ, മക്കളെ നിങ്ങളൊന്ന് പോയി നോക്കി, യൂസുഫിനെ അന്വേഷിക്കുങ്ങള്, യൂസുഫിന്റെ സഹോദരനെയും അന്വേഷിക്കുകയും. എന്റെ ബാക്കി യാക്കൂബ് നബി പറഞ്ഞത്, അവിശ്വാസികളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയുകയില്ല എന്നാണ്. വലിയ പാടാണത് വിശ്വാസിക്ക്. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ, അത് തരണം ചെയ്യാന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഓതിവെച്ച ആയത്തിലെ നിസായിലെ 24-ാമത്തെ ആ സൂറത്തിലെ ആയത്ത് പറയുന്നത്, പടച്ചോൻ ചില നിയന്ത്രണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് പാലിച്ചേ പറ്റൂ. എന്തിനായി നിയന്ത്രണം? അത് നമുക്ക് വേണ്ടിയാണ്, മറ്റാർക്കും വേണ്ടിയല്ല. ഓരോ മനുഷ്യന് വേണ്ടിയാണല്ലോ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയത്. ആകാശഭൂമികളെ സംവിധാനിച്ച, നമ്മളെ പടച്ച, രാവ് പകലുകളെ പടച്ച, ഈ സംവിധാനങ്ങൾ ഒരുക്കി തന്ന, ഈ ആരോഗ്യവും ഈ പ്രഭാതവും പ്രദോഷവും ജീവിതത്തിന് അനുഗ്രഹമായി വിധാനിച്ചു തന്ന ആ റബ്ബ് പറയാമോ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ, അല്ലാഹുവിന്റെ നിയമങ്ങളുടെ അതിർത്തികളെ ഒരാൾ ലംഘിച്ച് കടന്നാൽ, അയാള് നരകത്തിൽ പ്രവേശിക്കും. ഖാലിദൻ ഫിഹാ, അവിടെ അയാൾ ശാശ്വതമാണ്. വലഹു അദാബും മുഹീൻ, അയാൾക്ക് കഠിനമായ ശിക്ഷ അവിടെ നിന്ന് ലഭിക്കുന്നതുമാണ്. ഇത് പാഠമാണ്. അതുകൊണ്ട് നിയമങ്ങൾ, അതിരുകൾ, അതിർത്തികൾ അത് ലംഘിക്കാതിരിക്കുക. ചെറുതും വലുതുമായ അനേകം സംഗതികൾ അതൊക്കെ പാടല്ല. ജീവിതത്തിൽ തെറ്റും കുറ്റവും വന്നാൽ അത് മറ്റൊരാളോട് പറയാൻ പാടില്ല. ഇസ്ലാമിന്റെ അധ്യാപകർ അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ, ഞാൻ ഇങ്ങനെ ചെയ്തു പണ്ട്, ഞാൻ കള്ളുകുടിച്ചിരുന്നു പണ്ട്, ഒന്നും പറയരുത്. മൂടി വെക്കണം. അതറിയുന്ന ഒരുത്തണ്ട്, കണ്ണുകളുടെ കട്ടുതോട്ടമറിയുന്ന റഹ്മാനായ റബ്ബ്, അവനോട് പറയണം, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസ്സൂഅ്, നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. പഠിച്ചത് ഇഷ്ടല്ല. ഇതൊക്കെ പറയുന്നുണ്ട്. പുണ്യനബി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നു, എന്നിട്ടത് സുഹൃത്തുക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. ആകാശത്തിന് ചുവട്ടിൽ ഇത്ര വൃത്തികെട്ടവൻ വേറെ ഇല്ല. റീൽസുകളുടെ കാലമാണ്, അതിന് റീച്ച് കിട്ടേണ്ട കാലമാണ്. എന്തൊക്കെ ആഭാസങ്ങൾ, അതൊക്കെ മനുഷ്യൻ നടത്തുന്നു. അശ്ലീല കമന്റുകളാകാം, അശ്ലീല പ്രവർത്തനങ്ങളാകാം, ലക്ഷോപലക്ഷങ്ങൾ അതിൽ കാണുക. അതിന്റെ ഒരു വരുമാനത്തിന്റെ ലക്ഷ്യം മാത്രം കരുതി എന്തൊക്കെയോ ചെയ്യുന്നു. അതിനിടയിൽ എത്ര ആളുകൾ മനസ്സുകൊണ്ട് വേപതവും കൊള്ളുന്നു. വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. നമ്മളിടുന്ന റീൽസുകൾ, ഇതൊന്നും പോണില്ല ഇവിടുന്ന്. നമ്മക്കന്ന് കുറ്റബോധം വന്നു, അള്ളാഹിനോട് തൗബ ചെയ്തു, പക്ഷെ ഈ സാധനം പോവില്ല. ഇതവിടെ തന്നെ നിൽക്കുക. ആരുടെ മണ്ണിൽ കടന്നാലും നമ്മൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും പ്രചരിക്കുക, അടുത്ത ആൾക്ക് പോവുക. എന്തൊരു അപകടമാണത്.
ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ ഇതൊക്കെ സ്വാഭാവിക. അങ്ങനെ എന്ത് വന്നാലും തൗബ സൂറത്തിൽ ഒരു ആയത്തുണ്ട്. നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ ഞങ്ങൾക്ക് ഒരു വിപത്തും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ പറയണം വിശ്വാസികളെ. ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ യജമാനൻ. അവര് വിശ്വാസം വന്നാൽ പിന്നെ മനുഷ്യന് ധൈര്യമായി. എന്ത് വന്നാലും ഇത് റബ്ബ് നിശ്ചയിച്ചതാണ്, അതല്ലാതെ ഒന്നും എനിക്ക് പറ്റൂല. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ആ റബ്ബിനെയാണ് വിശ്വാസികൾ തവക്കുൽ ചെയ്യുന്നത്. അതുകൊണ്ട് ജീവന്റെ വില, അതിന്റെ പ്രാധാന്യം, ശരീരത്തെ രോഗത്തിലേക്ക് മനഃപൂർവ്വം തള്ളിയിടുന്നതിന്റെ അപകടം, ഇതൊക്കെ ദീന് നമ്മളോട് പറയുന്നുണ്ട്. ഭക്ഷണക്രമങ്ങളിൽ പോലും ദീനിന് നിയമങ്ങളുണ്ടായി. അതൊക്കെ മനുഷ്യന്റെ ആരോഗ്യം സുസ്ഥിരമായി സംരക്ഷിക്കാൻ ഉപദേശ നിർദ്ദേശങ്ങളുണ്ടായി. നമ്മൾ എത്ര മുൻകരുതലുകൾ എടുത്താലും അല്ലാഹ് ഒരു ദിവസം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോകും, പോയേ പറ്റൂ. ഈ അണ്ടകടാഹങ്ങൾ സൃഷ്ടിച്ച് സംവിധാനിച്ച മനുഷ്യൻ 4-ാമത്തെ മാസത്തിൽ ഉമ്മയുടെ ഉദരത്തിൽ നമ്മുടെ സൃഷ്ടിപ്പിന് റൂഹ് ഊതുന്ന ഒരു നേരമുണ്ട്. അന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ അന്ത്യത്തിന്റെ ഒരു ദിവസം. വെള്ള പുതച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസം അന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു വാക്കാതില്ല, യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അതുകൊണ്ട് അവിവേകം പ്രവർത്തിക്കാൻ പാടില്ല. വാക്കുകൾ പോലും സൂക്ഷിക്കണം. മറ്റുള്ളവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി, ഭാര്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഭർത്താവ് പറയണം, ഞാനക്ക് നാളെ മുതൽ എന്നെ കാണൂല, ഞാൻ ഈ മരത്തിന്റെ കൊമ്പത്തിന്റെ മയ്യത്തനക്ക് കാണുന്നൊക്കെ പറയുന്ന, അത് തിരിച്ചും പറയുന്ന ആരാ പറയുന്നത്? നിസ്കരിക്കുന്ന വിശ്വാസി. അപകടമാണ്. വാക്കുകൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. പെട്ടെന്ന് യുദ്ധത്തിലേക്കും മൂർത്തത്തിലേക്കും മതഭ്രഷ്ടിലേക്കും പോകുന്ന അപകടകരമായ പദപ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ജാഗ്രതയും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു രോഗം വന്നിട്ട് ഒരാള് പ്രയാസപ്പെടുമ്പോൾ പോലും അയാൾ മരണം കൊതിക്കാൻ പാടില്ല എന്നാണ്. മരിക്കണം റബ്ബേ, എനിക്കൊന്നും എന്നെ മരിപ്പിക്കണേ, ദുആ ചെയ്യരുത്. നമ്മൾ എത്രയെ കേട്ടതാ മുത്തഫഖുൻ അലൈഹിയായ നിവേദനം മുസ്ലിമിലും ബുഖാരിയിലൊക്കെ, അല്ലാഹുമ്മ അഹ്യിനി, എന്നെ ജീവിപ്പിക്കണം. അപ്പോഴും അയാളെ ദുആ അതാ, മാ കാനൽ ഹയാതു ഖൈറൻ ലീ, ഈ ജീവിതം എനിക്ക് ഖൈറാണെങ്കിൽ റബ്ബേ എന്നെ നീ ജീവിപ്പിക്കണം. അത് ഖൈറല്ലേ എന്ന് അല്ലാഹ്ക്ക് അറിയാം. പിന്നെ ഒരു ചോയ്സ് എനിക്കുള്ളൂ, അത് എന്താ? വതവഫനി, അല്ലാഹുവേ എന്നെ നീ മരിപ്പിക്കണം. ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലീ, എന്റെ മരണം എനിക്ക് നീ ഖൈറാണ് വിധിക്കുന്നതെങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ റബ്ബേ എന്ന് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. അല്ലാതെ എന്നെ മരിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഗൗരവം എത്ര കൂടുതലാണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിന്റെ വില, ജീവന്റെ വില, അഭിമാനത്തിന്റെ വില, അതിലുപരി മനുഷ്യന്റെ വില, നമ്മുടെ ഓരോരുത്തരുടെയും വില, സത്യവിശ്വാസിയുടെ മൂല്യം, അതൊക്കെ ഉൾക്കൊള്ളാനും ജീവിതം ക്രമപ്പെടുത്താനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.